यशोधनन्दना जय व्रजनरञ्जना जय यशोधनन्दना जय व्रजनरञ्जना जय यमुनतिरवनचारी जय कुंज बिहारी जय यमुनतिरवनचारी जय कुंज बिहारी जय राधा माधवा जय कुंज बिहारी हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण हरे हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथा मह्यं ददाति स्वपदान्तिकं विस्मय वन्देहं श्रीगुरु श्रीयुतपदकमलं वैष्णवांश्च श्रीरूपं साग्रजातं सह गणललिता तानि तप्तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्यदेवं श्रीराधा कृष्णपादा सह गणललिता हे कृष्णा करुणा सिंधो दीनबंधो जगत्पते गोपेशा गोपिका कांदा राधा कांदा नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। श्री चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे करोति वाचारं पंगुं लङ्घयते गिरिं यत्कृपापरहं वन्दे परमानन्दमाधवं नारायणं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हरे कृष्ण। താങ്ക് യു. ഹരേ കൃഷ്ണ. ഓം തത്സത്. നമ്മൾ കർമ്മയോഗം ഏതാ ശ്ലോകമായിരുന്നു നിർത്തിയിരുന്നത്? 41, 42, 41. അതിൽ 42, 43 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കഴിഞ്ഞു. 42, 43 ആകുമ്പോഴത്തെ കഴിയല്ലേ? അതെ, 42, 43 ആണ് ഇന്നുള്ളത്. ഓക്കെ, 43. കഴിഞ്ഞ ആഴ്ച ശില്പമാജി ഹരേ കൃഷ്ണ, താങ്ക് യു. കഴിഞ്ഞ ആഴ്ച നല്ല ഇന്ററാക്ഷനോട് കൂടി നല്ല സെഷനായിരുന്നു. ഞാൻ കണ്ടു. ഞാൻ ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് മൊമെന്റ് അല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ കേറുന്നുണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. അപ്പം നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടാവില്ല, ആരും ഇല്ലെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. നമ്മുടെ കുടുംബ സംഘം അങ്ങനെ കണ്ടിന്യൂ ചെയ്യും അല്ലേ സുശിംബു? കഴിഞ്ഞ ആഴ്ച നമ്മൾ 2 പ്രമുഖ വ്യക്തികൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ക്ലാസ് വേണ്ടെന്ന് വെച്ചു.
കഴിഞ്ഞ ആഴ്ച അത് ശരിയാ. 2 പ്രമുഖ വ്യക്തികൾ ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വേണ്ടത്. ഐകകണ്ഠ്യേന തീരുമാനിച്ചെന്ന് പറയൂ. അതെ. ഐകകണ്ഠേന യോഗം തീരുമാനിച്ചു. അവരില്ലാതെ ക്ലാസ് എടുക്കുന്നത് മോശമാണ് എന്ന് വിചാരിച്ചു. ഐകകണ്ഠേന. ഓക്കെ, ഹരേ കൃഷ്ണ. 42, 44. ഇവിടെ അതിന് ഇടയ്ക്ക് സുശീംപ്രമായിട്ട് ഡിസ്കസ് ചെയ്ത ചില സബ്ജക്റ്റ് ആണ് വരുന്നതെന്ന് തോന്നുന്നല്ലോ. ഇന്ദ്രിയാണി പരേനാകുർ ഇന്ദ്രിയേഭ്യ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധിർ യോ ബുദ്ധി പരതസ്തു സഹ. ഇത് നമ്മള് ബൈഹർട്ട് ചെയ്ത ശ്ലോകമല്ലേ? ബൈഹാർട്ട് ചെയ്താണെന്ന് എനിക്കറിയില്ല. അതെ, പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ശ്ലോകമാണ്. ഇമ്പോർട്ടന്റ് ശ്ലോകത്തിൽപ്പെട്ടതാ പ്രഭു. എന്തോ ഇമ്പോർട്ടന്റ് ശ്ലോകത്തിൽ 198 ശ്ലോകത്തിൽപ്പെട്ടതാണ്. അതെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഏവം ബുദ്ധിയെ പരം ബുദ്ധ സംസസ്ഥാത്മനാത്മന ജഹി ശത്രും മഹാബാഹു കാമരൂപം ദുരാസതം. വളരെ ഇമ്പോർട്ടന്റ് ശ്ലോകമാണ്. വളരെ ഇമ്പോർട്ടന്റ്. 2. അപ്പം കർമ്മയോഗം ഈ 2ാമത്തെ അധ്യായം തീർച്ചയായിട്ടും എല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ്. 3ാമത്തെ അധ്യായം 2ാമത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ്. 3 എന്തോ 2 ആണല്ലോ. അല്ല, 3ാമത്തെ കർമ്മയോഗം 3ാമത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 3 എന്ന് പറയുമ്പം ഇതിനകത്ത് നമ്മുടെ ഇന്റലിജന്റ് ഏതൊക്കെ രീതിയിൽ പോകുന്നു എന്നുള്ള ഒരു മെഷർമെന്റ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇന്റലിജന്റ് എങ്ങനെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ മറ്റ് ഇന്ദ്രിയങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, കർമ്മയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണഗതിയിൽ സാധാരണ ഭാഷ്യകാരന്മാര് ഈ കർമ്മയോഗത്തെ വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ നല്ലത് ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് ജോലി ചെയ്യുക, ഇതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഭഗവാനെ വിളിക്കണമെന്നോ അല്ല. ഈ കർമ്മയോഗം എന്ന് പറയുന്നത് ഭഗവാന്റെ ഇഷ്ടപ്രകാരത്തോടെ കൊണ്ടുപോയി ഭക്തിയോഗത്തിൽ കൊണ്ട് എത്തിച്ചു നിൽക്കണം. അതായത് നമ്മുടെ കർമ്മം ഭഗവാന് വേണ്ടിയിട്ടാണോ എന്നുള്ളത് സാധാരണഗതിയിൽ ഭഗവത്ഗീത ഭാഷ്യം രചിക്കുന്നവരോ ശീലപ്രഭുപാദർ ഒഴിച്ചിട്ട് അതല്ല മറ്റ് മതപ്രഭാഷകന്മാരോ പറയുന്നില്ല. ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് കർമ്മം ചെയ്യാൻ മാത്രമാണ്. അതായത് നമ്മൾ ചെയ്യാനുള്ള കർമ്മം ചെയ്യുക, ബാക്കി കാര്യങ്ങൾ ഭഗവാൻ നോക്കിക്കൊള്ളും. അല്ല, നമ്മൾ ചെയ്യാനുള്ള കർമ്മം എന്താണെന്ന് നമ്മൾ ബുദ്ധി കൊണ്ട് തിരിച്ചറിയുക. അവിടെയാണ് ഇവിടെ ബുദ്ധിയോഗം കർമ്മയോഗം പറയുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ബുദ്ധി എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഇന്ദ്രിയാണി പരാണ്യാഹൂർ ഇന്ദ്രിയേഭ്യാ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധിർ യോ ബുദ്ധേ പരതസ്തു സഹ ഇന്ദ്രിയാണി പരാണ്യാഹൂർ ഇന്ദ്രിയേഭ്യാ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധിർ യോ ബുദ്ധേ പരതസ്തു സഹ. ശബ്ദാർത്ഥം ബഹി ശ്രീപ്രഭുപാദയ്ക്ക് ജയ്. ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളെ പരാണി ഉത്കൃഷ്ടങ്ങളെന്ന് ആഹു പറയുന്നു. ഇന്ദ്രിയേഭ്യ ഇന്ദ്രിയങ്ങളെക്കാൾ പരം ശ്രേഷ്ഠം മനഃ മനസ്സാകുന്നു. മനസ്സ തു മനസ്സിനേക്കാൾ ബുദ്ധി ബുദ്ധിയാകുന്നു. പരാഹ ശ്രേഷ്ഠം തു യാതൊന്നാണോ ബുദ്ധേഹി ബുദ്ധിയേക്കാൾ പരതക പരമമായിട്ടുള്ളത് സഹ അവൻ ആത്മാവാകുന്നു. വിവർത്തനം ആവർത്തനത്തോടെ ശീലപ്രഭുപാദയ്ക്ക്.
ജഡപദാർത്ഥങ്ങളെക്കാൾ ഉത്കൃഷ്ടങ്ങളാണ് കർമ്മേന്ദ്രിയങ്ങൾ. മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. ബുദ്ധി മനസ്സിനെയും കടന്നു നിൽക്കുന്നു. ആത്മാവ് ബുദ്ധിയേക്കാൾ ഉന്നതനാണ്. ഇന്ദ്രിയാണി പരാണ്യാഹുർ ഇന്ദ്രിയേഭ്യാ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധിർ യോ ബുദ്ധേ പരതസ്തു സഹ. ശില്പമാതാജി. ഹരേ കൃഷ്ണ. ഇന്ദ്രിയാണി പരാണ്യാഹുർ ഇന്ദ്രിയേഭ്യാ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധിർ യോ ബുദ്ധേ പരതസ്തു സഹ. ഹരേ കൃഷ്ണ. ജയപ്രകാശ്. ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധിർ യോ ബുദ്ധേ പരതസ്തു സഹ. ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധിർ യോ ബുദ്ധേ പരതസ്തു സഹ. ഇന്ദ്രിയാണി പരാണ്യാഹുർ ഇന്ദ്രിയേഭ്യഃ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധിർ യോ ബുദ്ധേ പരതസ്തു സഹ. ഹരേ കൃഷ്ണ. രാജു ബ്രോ. ഹരേ കൃഷ്ണ. ഇന്ദ്രിയാണി പരണ്യാഹു ഇന്ദ്രിയോഭ്യാ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധിർ യോ ബുദ്ധേ പരതസ്തു സഹ. ഇന്ദ്രിയാണി പരാണ്യാഹുർ ഇന്ദ്രിയേഭ്യ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധിർ യോ ബുദ്ധേ പരതസ്തു സഹ. അടുത്തത് നന്നു വായിച്ചോ? നന്നു വായിച്ചില്ല, അമ്മയപ്പ വായിച്ചു. അതെ, ഇല്ല നന്നു ഇവിടെ ഇല്ല, വിളിക്കാം. എവിടെ പോയി? നാട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ടേൺ ബൈ ടേൺ അതാ സംസാരിക്കാം. ഞാൻ വന്നപ്പോ ഞാൻ നോക്കിയത്. ശുഭമാതാജി വായിച്ചത് കേട്ടിട്ടില്ല. കേട്ടു. ഒന്നുകൂടെ വായിക്കണോ? മോള് വായിച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും അതാ നന്ദന വായിച്ചതായിട്ടാ തോന്നിയിട്ടുള്ളൂ. അങ്ങനെയാണ്. ശുഭമാതാജി വായിച്ചത് കേട്ടിട്ടില്ല. മനസ്സിൽ വായിച്ചോ? കേൾക്കുന്നില്ല. വായിച്ചോളൂ. കേൾക്കുന്നില്ല ഇപ്പോഴും? വായിക്കുന്നതിന് കുഴപ്പമില്ല. സൗണ്ട് ക്ലിയർ. അതാ കുറവാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിസ്മയ. ഇന്ദ്രിയാണി പരാണ്യാഹുർ ഇന്ദ്രിയേഭ്യഃ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധിർ യോ ബുദ്ധേ പരതസ്തു സഹ. ഇന്ദ്രിയാണി പരണ്യാഹുർ ഇന്ദ്രിയേഭ്യഃ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധിർ യോ ബുദ്ധേ പരതസ്തു സഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആമി. ഹരേ കൃഷ്ണ. ഇന്ദ്രിയാണി പരണ്യാഹുർ ഇന്ദ്രിയേഭ്യഃ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധിർ യോ ബുദ്ധേ പരതസ്തു സഹ. ഹരേ കൃഷ്ണ. ചേട്ടാ. ഹരേ കൃഷ്ണ. ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധി
यो बुद्धे परतस्तु सः इन्द्रियाणि पराण्याहुः इन्द्रियेभ्यः परं मनः मनस्तस्तु परा बुद्धिः यो बुद्धे परतस्तु सः हरे कृष्ण सुशिम्रु हरे कृष्ण इन्द्रियाणि पराण्याहुः इन्द्रियेभ्यो परं मनः मनसस्तु परा बुद्धिः यो बुद्धे परतस्तु सः हरे कृष्ण നമുക്ക് ഒരുമിച്ച് വായിക്കാം 1 2 3 4 സ്റ്റാർട്ട് ഇന്ദ്രിയാണി പരാണ്യാഹുരേഭ്യ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധേ പരതസ്തു സഹ ജഡപദാർത്ഥങ്ങളെക്കാൾ ഉത്കൃഷ്ടങ്ങളാണ് കർമ്മേന്ദ്രിയങ്ങൾ മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി മനസ്സിനെ കടന്നു നിൽക്കുന്നു ആത്മാവ് ബുദ്ധിയേക്കാൾ ഉന്നതനാണ് പ്രസിദ്ധമാതാ ശല്യായിരുന്നു ശ്ലോകം ഇല്ല ഇന്ദ്രിയാണി പരണ്യാഹുർ ഇന്ദ്രിയേഭ്യ പരം മനഃ മനസസ്തു പരാ ബുദ്ധിർ യോ ബുദ്ധോ പരതസ്തു സഹ ഹരേ കൃഷ്ണ ഭാവാർത്ഥം ബഹി ശ്രീല പ്രഭുപാദ കീ ജയ് ഇന്ന് പ്രസിദ്ധമാതാജി എന്നെ വായിച്ചു ഭാവാർത്ഥം കാമത്തിന് പ്രവർത്തിക്കാനുള്ള വിവിധ തുറകളാണ് ഇന്ദ്രിയങ്ങൾ കാമത്തിന്റെ സംഭരണി ശരീരം തന്നെ ഇന്ദ്രിയങ്ങളിലൂടെ വേണം അതിന് പുറത്തു വരാൻ അതുകൊണ്ട് മൊത്തത്തിൽ ശരീരത്തെക്കാൾ ഉത്കൃഷ്ടമായൊരു നിലയാണ് ഇന്ദ്രിയങ്ങൾക്കുള്ളത് ഉപരിപ്രജ്ഞ അഥവാ കൃഷ്ണാവബോധമുള്ളിടത്ത് ഈ തുറകൾ നിരുപയോഗങ്ങളാകുന്നു അവിടെ ആത്മാവ് ഭഗവാനുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്നതിനാൽ ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം ആത്യന്തികമായി പരമാത്മാവിൽ എത്തിച്ചേരുകയാണ് ശാരീരിക കർമ്മം എന്നാൽ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനമാണല്ലോ ഇന്ദ്രിയങ്ങൾ അടക്കുക എന്നാൽ ശാരീരിക കർമ്മങ്ങൾ നിലയ്ക്കുക എന്നർത്ഥം എന്നാൽ മനസ്സ് പ്രവർത്തിക്കുന്നതിനാൽ ശരീരം സ്വസ്ഥവും വിശ്രാന്തവുമായിരിക്കുമ്പോഴും സ്വപ്നാവസ്ഥയിൽ എന്ന പോലെ അത് പ്രവർത്തിക്കുന്നുണ്ട് മനസ്സിനപ്പുറം ബുദ്ധിയുടെ നിർണയശക്തിയും അതിനുപരി ആത്മാവുമുണ്ട് ആത്മാവ് ഭഗവാനുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ അതിന്റെ നിയന്ത്രണത്തിലുള്ള ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ ഇവയെല്ലാം സ്വാഭാവികമായി ഭഗവാനിൽ തന്നെ വ്യാപരിക്കും ഐന്ദ്രിയ സുഖപൂർത്തിക്കുള്ള വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളെക്കാൾ മേൽത്തരങ്ങളെന്നും ആ വിഷയങ്ങളെക്കാൾ മീതെയാണ് മനസ്സെന്നും ഘടോപനിഷത്തിലും പറയുന്നുണ്ട് അപ്പോൾ മനസ്സ് ഭഗവത് സേവനത്തിൽ തന്നെ മുഴുകിയിരിക്കെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയില്ല ഈ മാനസികാവസ്ഥയെ പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ പരം ദുഷ്ടാനിവർത്തതെ ഭഗവാന്റെ അതീന്ദ്രിയ സേവനങ്ങളിൽ വ്യാപൃതമായ മനസ്സിന് താഴ്ന്ന തരം പ്രവണതകളിൽ ഏർപ്പെടാൻ പറ്റില്ല മഹാൻ എന്നാണ് കഠോപനിഷത്ത് ആത്മാവിനെ പറ്റി വിവരിക്കുന്നത് സർവോത്കൃഷ്ടമത്രേ ആത്മാവ് വിഷയങ്ങൾ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവയെക്കാളെല്ലാം ഉത്കൃഷ്ടം അതുകൊണ്ട് ആത്മാവിന്റെ മൂലസ്വരൂപത്തെ കുറിച്ച് നേരിട്ട് മനസ്സിലാക്കുകയാണ് മുഴുവൻ പ്രശ്നത്തിന്റെയും പരിഹാര മാർഗം ബുദ്ധി ഉപയോഗിച്ച് ആത്മാവിന്റെ ഈ മൂലസ്വരൂപത്തെ പറ്റി ഒരാൾ ആരാഞ്ഞറിയുകയും പിന്നീട് മനസ്സിനെ കൃഷ്ണാവബോധത്തിൽ തന്നെ നിരന്തരം ഉറപ്പിക്കുകയും വേണം അത്രയുമായാൽ പ്രശ്നങ്ങളെല്ലാം തീർന്നു ആധ്യാത്മിക പഠനത്തിന് മുതിരുന്ന ഒരു പുതു വിദ്യാർത്ഥിക്ക് കിട്ടുന്ന ഉപദേശം ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറണമെന്നതാണ് കൂടാതെ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിന് കരുത്തുണ്ടാക്കണം ഭഗവാന് സ്വയം സമർപ്പിതനായി ബുദ്ധി കൊണ്ട് മനസ്സിനെ കൃഷ്ണാവബോധത്തിൽ ഉറപ്പിച്ചാൽ ആ മനസ്സ് തനിയെ കരുത്തുറ്റതായി തീരും ഇന്ദ്രിയങ്ങൾക്ക് എത്രമാത്രം ശക്തി ഉണ്ടെങ്കിലും ശരി അവ വിഷപ്പല്ലുകൾ നഷ്ടപ്പെട്ട പാമ്പുകളെ പോലെ നിർവീര്യങ്ങളായി പോകും ആത്മാവ് മനോബുദ്ധീന്ദ്രിയങ്ങളുടെ നായകനായിരുന്നാലും കൃഷ്ണാവബോധം വഴിക്ക് കൃഷ്ണനോടുള്ള സമ്പർക്കത്താൽ കരുത്താർജിച്ചിട്ടില്ലെങ്കിൽ അതിന് മനോവിക്ഷോഭം മൂലം അധപ്പതിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണാവബോധം വഴിക്ക് കൃഷ്ണനോടുള്ള സമ്പർക്കത്താൽ കരുത്താർജിച്ചിട്ടില്ലെങ്കിൽ അതിന് മനോവിക്ഷോഭം മൂലം അധപ്പതിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ഇവിടെയാണ് അറിയേണ്ടത്
ഇത് വലിയൊരു ടോപ്പിക്, ഭയങ്കര ഒരു ടോപ്പിക്കായിട്ട്, ഒന്ന് സിമ്പിളായിട്ടുള്ള ടോപ്പിക്കായിട്ടാണ് ഭഗവാൻ കൊണ്ട് നിർത്തിയാണ് കർമ്മയോഗത്തിനെ. ജഡപദാർത്ഥങ്ങളെക്കാൾ ഉത്കൃഷ്ടങ്ങളാണ് കർമ്മേന്ദ്രിയങ്ങൾ. മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. ബുദ്ധി മനസ്സിനെയും കടന്നു നിൽക്കുന്നു. ആത്മാവ് ബുദ്ധിയേക്കാൾ ഉന്നതനാണ്. ഇവിടെ പറയുന്നത് നമ്മൾ നേരത്തെ അത് കണക്റ്റഡ് ആയിട്ട് വേറൊരു ശ്ലോകം നമ്മൾ ഹരേ കൃഷ്ണ സുരേഷ് പ്രഭു അവർ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഒരു ശ്ലോകം നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നോ? ഈ ബുദ്ധിയുമായിട്ട് കണക്ട് ചെയ്ത ഒരു ശ്ലോകം കൂടെ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? കീർത്തന ഏതാണ്ടോ പറയുന്നു. അല്ലേ, പഠിച്ചിട്ടില്ലായിരുന്നോ? ഇതിൽ തന്നെ 40 ഉണ്ട്. ഇന്ദ്രിയാണി മനോബുദ്ധി. എന്തോ 40 ഇതിൽ തന്നെ 40, മൂന്നാം അധ്യായത്തിൽ തന്നെ 40 അധ്യായത്തിലുണ്ട്. പിന്നെ ഭൂമി അല്ല, ഭൂമി രാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവ ച അഹങ്കാരം യം 34 എന്തോ 34 അല്ല, ഞാൻ ഉദ്ദേശിച്ചത് മനസ്സ് അല്ല, ഇന്ദ്രിയങ്ങളെ ബുദ്ധി കൺട്രോൾ ചെയ്യണമെന്ന് ബന്ധപ്പെടുത്തിക്കൊണ്ട് ശ്ലോകം നമ്മൾ പഠിച്ചില്ലായിരുന്നു. നോക്കട്ടെ, അത് അവിടെ നിൽക്കട്ടെ. അല്ലേ, ബുദ്ധിയാണ് ശ്രേഷ്ഠം. മനഃഷ്ടാണി ഇന്ദ്രിയാണി ഉണ്ട്. മനസ്സസ്തിനാണ് ഇന്ദ്രിയാണി. പ്രകൃതിസ്ഥാനി കർഷതി. അതില് 6 ഇന്ദ്രിയങ്ങളുടെ കൂട്ടത്തിലാണ് മനസ്സിനെ വെച്ചിരിക്കുന്നത്. നമ്മൾ പറയാൻ കാരണം ബുദ്ധിയെ ടോപ്പ് മോസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് വെച്ചു. പക്ഷെ ഇവിടെ ഈ ആത്മാവിനെയാണ് ഇവിടെ ഈ ശ്ലോകം പറയുന്നത് ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമാണ് ആത്മാവ്. അവിടെ നേരത്തെ പറഞ്ഞത് നമ്മൾ പറഞ്ഞ ശ്ലോകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ദ്രിയങ്ങളെ മൈൻഡ്, ഇന്റലിജന്റ് എലമെന്റ്സ് എന്നും കൊണ്ട് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ അവിടെ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് കൺട്രോൾ ചെയ്യണം, മനസ്സിനെ ബുദ്ധി കൊണ്ട് കൺട്രോൾ ചെയ്യണം എന്ന് നമ്മൾ ഒരു ശ്ലോകത്തിൽ പഠിച്ചു. പക്ഷെ ഇവിടെ വീണ്ടും പറയുന്നു, അപ്പൊ അവിടെ ബുദ്ധി വരെയാണ് വന്നത്. ഇപ്പം അടുത്ത ശ്ലോകത്തിൽ ഈ കർമ്മയോഗത്തിൽ പറഞ്ഞു നിർത്തുന്നു, ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായിട്ട് ആത്മാവ് നിൽക്കുന്നു. എന്തുകൊണ്ടാണ്? അപ്പം ഇന്ദ്രിയങ്ങളുടെ ഒരു കൂടാരമാണ് ഈ ശരീരം എന്ന് പറയുന്നത്, ഒരു ബോഡി. ഒരു വാച്ച് എങ്ങനെയാണ് ഓടുന്നത്, വാച്ചിന്റെ പാർട്സ് ഇരിക്കുന്നതിനാണ്. ഒരു വാച്ചായിട്ട് നമ്മുടെ ബോഡിയെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന പാർട്സ് ആണ് ഈ ഇന്ദ്രിയങ്ങൾ എന്ന് പറയാം. അപ്പം ഈ ഇന്ദ്രിയത്തെ കൺട്രോൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു ഓട്ടോമാറ്റിക് വാച്ചിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു കഴിഞ്ഞാൽ ആ മെഷീൻ പാർട്സിനെ കൺട്രോൾ ചെയ്യേണ്ടത് കീ ആണ്, ഇല്ലേ? കീ കൊടുക്കും നമ്മൾ. അവിടെ ബുദ്ധി കൊണ്ട് നമ്മൾ ഈ ഇന്ദ്രിയങ്ങളെ മനസ്സിനെയും മനസ്സിന്ദ്രിയങ്ങളെയും കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പം വൈഷയികമായ വിഷയീഭാവത്തിൽ നിന്ന് നമുക്ക് ചെറിയ രീതിയിൽ ഒരു വിരക്തി വരുന്നു. പിന്നെ അവിടെ കൊണ്ട് തീരുന്നില്ലെന്നാണ് ഇവിടെ എടുത്ത് വീണ്ടും പറയുന്നത്. അവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ കർമ്മയോഗം എന്ന് പറയുന്നത്. ചിലർ പറയും ഇത്രയുണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക, ആരെയും ഉപദ്രവിക്കാതിരിക്കുക, ആർക്കെങ്കിലുമൊക്കെ ദാനം ചെയ്യുക, ബുദ്ധി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക. ഇതാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണനൊന്നും അവർ പറയത്തില്ല, ഭഗവത്ഗീത ഇതാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയും. ഇതോടുകൂടി നമ്മുടെ ജീവിതം അവസാനിച്ചു. ഇല്ല എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. അല്ല, എന്താണ്? ഈ ബുദ്ധി കൊണ്ട് ഈ ശരീരത്തെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവ്. ഈ ആത്മാവിനെ ബുദ്ധി കൊണ്ട് പരിപോഷിപ്പിച്ചിട്ടില്ലെങ്കിൽ ഭഗവാനുമായിട്ട് കണക്ഷൻ ഇല്ല. ഇതാണ് പറഞ്ഞു വന്നിരിക്കുന്നത്.
അപ്പം ഈ ആത്മാവിനെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു സാധനമാണ് ബുദ്ധി. ഇത്രയേ ഉള്ളൂ. അപ്പം ആത്മാവിനെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തിയുത സേവനം കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ബുദ്ധി ഉപയോഗിച്ച് ആത്മാവിന്റെ ഈ മൂലസ്വരൂപത്തെ പറ്റി, അപ്പൊ നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണെന്നറിയാമോ? ഏതൊരു മൂലസ്ഥാനത്തു നിന്നും ചിരന്തനമായ പ്രവൃത്തി പ്രസരിച്ചു, അതായത് ഈ ആധ്യാത്മിക ഭൗതിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ് എന്ന് ഭഗവാൻ പറയുമ്പോൾ ഭഗവാനിൽ നിന്നാണ് എല്ലാം റിഫ്ലക്ട് ചെയ്യുന്നത്. അവിടെയാണ് ഭഗവാൻ എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ, നമുക്ക് ഫിസിക്കലി ഭഗവാൻ എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു ശ്ലോകമാണ് 15-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകം വരുന്നത്. നതദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവക. പറഞ്ഞോളൂ. അപ്പം എന്റെ ആവാസ സ്ഥാനത്ത് ഭഗവാൻ പറയുകയാണ്, ഞാൻ വസിക്കുന്നിടത്ത്, അവിടെ ഫിസിക്കലി വസിക്കുന്നിടത്ത്, ഞാൻ വസിക്കുന്നിടത്ത് സൂര്യചന്ദ്രന്മാരുടെ പ്രകാശമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂര്യചന്ദ്രന്മാരുടെ പ്രകാശം ഭഗവാന്റെ ശരീരത്തിൽ നിന്നുള്ള റിഫ്ലക്ഷനാണ്. ഒന്നുകൂടെ നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഭഗവാന്റെ 2 കണ്ണുകളാണ് സൂര്യനും ചന്ദ്രനും എന്ന് നമുക്ക് മനസ്സിലാവും. ആ സ്ഥലത്ത്, ആ ധാമത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചു വരവില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത്, ഭഗവത്ഗീത പഠിച്ചു കഴിയുമ്പോഴുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കൺക്ലൂഡ് ചെയ്ത ഒരൊറ്റ സെന്റൻസ് നമ്മൾ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു ചൊല്ലുകയാണെങ്കിൽ, ഏതൊരു മൂലസ്ഥാനത്തു നിന്നും ചിരന്തനമായ പ്രവൃത്തി പ്രസരിച്ചുവോ ആ ആദിപുരുഷനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. പച്ച മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ, ശ്ലോകം ഒന്നും വായിക്കുന്നില്ല, മലയാളത്തിൽ പറയണം. ഈ മലയാളമാണ് ഉപയോഗിക്കുന്നത്. അതല്ല, അടുത്ത പടിയാണെങ്കിൽ സ്തുതികളുണ്ട്, ഭഗവത്ഗീതയിലെ സ്തുതികൾ പാടാം, അല്ലെങ്കിൽ ഭാഗവത്തിലെ സ്തുതികൾ ചൊല്ലാം, അതിലൊരു ശ്ലോകം ചൊല്ലാം. ഇതൊന്നുമല്ല അറിയാത്ത ഒരാൾക്ക് പച്ച മലയാളത്തിൽ ഇത്രയേ ഉള്ളൂ: കൃഷ്ണ, ഏതൊരു മൂലസ്ഥാനത്തു നിന്നും ചിരന്തനമായ പ്രവൃത്തി പ്രസരിച്ചുവോ ആ ആദിപുരുഷനെ ഞാൻ ശരണം പ്രാപിക്കും, ശരണാഗതി പ്രാപിക്കും. ഭഗവാനെ കാണുമ്പം ആദ്യമായിട്ട് ചൊല്ലേണ്ട, പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ചൊല്ലേണ്ട വരികൾ ഇതാണ്. അപ്പൊ അവിടെ നമ്മൾ പഠിച്ചു, ഈ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവാണ്. നമ്മൾ 100 പ്രാവശ്യം പഠിച്ചു. പല ആചാര്യന്മാരും പറഞ്ഞത് കേട്ടു, ഭഗവാൻ പറയുന്നതും കേട്ടു, അർജുനൻ പറയുന്നതും കേട്ടു. അപ്പൊ ആത്മാവിനെ കണക്ട് ചെയ്യേണ്ടത് ബുദ്ധി കൊണ്ടാണെന്ന് നമ്മളിപ്പം ഇവിടെ പറയുന്നു. ഈ ബുദ്ധി എങ്ങനെയാണ് ശരിക്കും വരുന്നത്? കാര്യം ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് മാറിപ്പോകും. എക്സാമ്പിളായിട്ട് നമ്മൾ മനസ്സ് സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കുക, നമ്മളൊരു തിയേറ്ററിൽ സിനിമ കാണാൻ പോവാന്ന് വിചാരിച്ചു. ഏത് സിനിമയാ കാണാൻ പോകുന്നത്? ഇപ്പം പറയുകയാണെങ്കിൽ ഏത് സിനിമ കാണാൻ പോകും നന്ദന? ഏത് സിനിമ കാണാൻ പോകണം? വെറുതെ ചോദിച്ചതാ കേട്ടോ. ഏത് സിനിമ കാണാൻ പോകണം? പറഞ്ഞോ, എന്തെങ്കിലും ഡിമാൻഡ് പറഞ്ഞോ? അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ? രാജീവ് പ്രഭു, ഏത് പടം കാണാൻ പോണം? സുൽത്താൻ അതേതാ? മലയാളം പടമാ? തമിഴ് പടം? എന്തോ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, സുൽത്താൻ പടം കാണാൻ പോയിട്ട് ലാസ്റ്റിൽ വരുമ്പോ ഈ സീനെല്ലാം കണ്ട് സന്തോഷമാണോ സങ്കടമാണോ എന്ന് എനിക്കറിയില്ല, എന്തോ ആയിക്കോട്ടെ, ആ ഒരു മൂഡ്, സന്തോഷമാണെങ്കിൽ ആ ഒരു മൂഡിലാണ് വരുന്നത്. പിന്നീട് കുറേ മണിക്കൂറുകളോളം അതിൻ്റെ ഹാങ് ഓവറിലായിരിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും സംസാരിക്കുന്നതും എല്ലാം. ശരിയല്ലേ? അപ്പം ശബ്ദങ്ങൾ ഇന്ദ്രിയങ്ങളെ വളരെയധികം സ്വാധീനിക്കും. ശബ്ദം കൊണ്ട് മാത്രം 2 രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നുണ്ട്. ശരിയല്ലേ?
ശബ്ദങ്ങൾ കൊണ്ട് മാത്രം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ യുദ്ധം ചെയ്യാറുണ്ട്. ശരിയല്ലേ? ശബ്ദം കൊണ്ട് മാത്രം നമ്മുടെ മനസ്സ് സമാധാനത്തിൽ പോകാറുമുണ്ട്. അപ്പം ശബ്ദത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ശ്രേഷ്ഠമായ ശബ്ദം നമ്മൾ കേൾക്കുകയും ശ്രേഷ്ഠമായ ശബ്ദം നമ്മൾ ഉരുവിടുകയും ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? ശബ്ദത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരു ശബ്ദത്തെ കൊണ്ട് മാത്രം ഒരു കാളവണ്ടിക്കാരൻ കാളയെ നിയന്ത്രിക്കുന്നുണ്ട്. ശരിയല്ലേ? അല്ലെങ്കിൽ ഒരു കുതിരവണ്ടിക്കാരൻ കുതിരയെ നിയന്ത്രിക്കുന്നുണ്ട്. വലിയൊരു ആനയെ ശബ്ദം കൊണ്ട് മാത്രം നിയന്ത്രിക്കുന്നു. ഈ ശബ്ദത്തെ നമ്മൾ എത്രത്തോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഏത് പശ്ചാത്തലത്തിലുള്ള ശബ്ദമാണ് നമ്മൾ മനസ്സിനെ കേൾക്കാൻ അനുവദിക്കുന്നത്, ആ ശബ്ദത്തിന്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളിൽ കാണും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കാണും. അതുകൊണ്ടാണ് നിരന്തരമായി നമുക്ക് ശ്രേഷ്ഠമായ ശബ്ദം നമ്മൾ കേൾക്കുകയും ആ ശ്രേഷ്ഠമായ ശബ്ദം ഉരുവിടുകയും ചെയ്യണമെന്ന് പറയുന്നത്. അവിടെയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. അത്രയും ശ്രേഷ്ഠമായ പവർഫുൾ മന്ത്രം നമ്മൾ ജപിച്ചു കഴിയുമ്പോൾ, നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് പലതിനെയും ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ വരുന്ന ഡൊമാനിയക് നേച്ചറുള്ള ആസുരിക ചിന്താഗതിയുള്ള ആൾക്കാർ ഓടിപ്പോവുകയും ചെയ്യും. നമ്മൾ അറിയാതെ തന്നെ ഓടിപ്പോകും. നമ്മളെ കൺട്രോൾ ചെയ്യാൻ വരുന്നതായിരിക്കും. വളരെ അത്ഭുതമാണ് കേട്ടോ. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. അപ്പം ഞാൻ ഇപ്പം മെനങ്ങാന്ന് വാക്സിൻ എടുക്കാൻ പോയി. ഫസ്റ്റ് ചെന്നിട്ട് കൊല്ലം ജില്ലയിൽ ഇല്ലായിരുന്നു, പത്തനംതിട്ട ജില്ലയിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്ക് ഞാനൊന്ന് പാസ് ചെയ്യാം ഇനി പോയി കഴിഞ്ഞാൽ. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ പ്രസക്തിയും അതല്ല കണ്ടിമാലയുടെ ശക്തിയും അതല്ല ഭഗവാന്റെ ഇൻഫ്ലുവൻസ്. എന്താണെങ്കിലും ശബ്ദത്തിന് ഒരു പവറുണ്ട്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്ന ഒരാളുടെ ശബ്ദം അത് ഞാൻ എന്നുള്ളതല്ല. അപ്പം ശ്രേഷ്ഠമായ ഒരു ശബ്ദം നമ്മൾ ഫോളോ ചെയ്യണം. ആ ശ്രേഷ്ഠമായ ശബ്ദം നമ്മൾ ഉരുവിടുമ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങൾ നമുക്കുണ്ടാകും. ഹരേ കൃഷ്ണ ശില്പമാതാജി, ഹരേ കൃഷ്ണ, താങ്ക് യു. അപ്പം അതുകൊണ്ട് ഈ ആത്മാവിനെ കണക്ട് ചെയ്യേണ്ട ഒരു വസ്തുതയാണ് ബുദ്ധി. ആ ബുദ്ധിയെ നേരായ രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും നമ്മുടെ മുന്നിൽ വെളിപ്പെട്ട 3 ശാസ്ത്രങ്ങൾ മഹാഭാരതം, ഭാഗവതം, രാമായണം. മഹാഭാരതം എന്ന് എടുത്തു പറഞ്ഞത് മഹാഭാരതത്തിലുള്ളതാണ് ഭഗവത്ഗീത. ഭാഗവതത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സാധാരണപ്പെട്ട ജനങ്ങളും ശൂദ്രരും സ്ത്രീകളും മഹാഭാരതം വായിച്ചിരിക്കണം, പഠിച്ചിരിക്കണം. അപ്പം നമുക്ക് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന ശാസ്ത്രമാണ് മഹാഭാരതം. അത് നമ്മൾ വായിക്കണം. ആ മഹാഭാരതത്തിലുള്ളതാണ് ഭഗവത്ഗീത. അതുകൊണ്ടാണ് ആ ഭഗവത്ഗീതയാണ് നമ്മൾ എന്നും എടുത്ത് വായിച്ച് ജപിച്ച് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെതായ ഗുണം ഉണ്ടാകും എന്ന് ഈ ശ്ലോകത്തിൽ നമുക്ക് പറയുന്നു. അപ്പം ശബ്ദത്തിന്റെ ഏറ്റവും പ്രധാനമാണ് ആ ശബ്ദം കൊണ്ട് ആത്മാവിനെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യണം. ഏവം ബുദ്ധേ പരം ബുദ്ധ്വ സംസ്ഥഭ്യാത് ആത്മനാത്മന ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസതം. മഹാബാഹു, ഭൗതികങ്ങളായ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും അതീതനാണ് താനെന്നറിഞ്ഞിട്ട് ദൃഢനിശ്ചയത്തോടെയുള്ള ആത്മീയ ബുദ്ധിയും കൃഷ്ണ അവബോധം ആത്മീയ ശക്തിയും കൊണ്ട് മനസ്സിനെ ഉറപ്പിച്ച് അധമനായ കാമമെന്ന ശത്രുവിനെ കീഴടക്കും. കാമം എന്ന് പറയുമ്പം വൈഷയിക ആസക്തി. വൈഷയിക ആസക്തി എന്ന് പറയുമ്പം വീണ്ടും വിചാരമില്ലാത്ത എല്ലാ പ്രവർത്തികളെയും
സാധാരണഗതി നമ്മൾ പറയും വീണ്ടു വിചാരം വേണമെന്ന് പറയും. വീണ്ടു വിചാരമില്ലാത്ത എല്ലാ പ്രവർത്തികളെയും കാമം എന്ന് പറയും. വീണ്ടു വിചാരമില്ലാത്ത എല്ലാ പ്രവർത്തികളെയും ശത്രു എന്ന് പറയും. ഏവം ബുദ്ധേ പരം ബുദ്ധേ ബുദ്ധ്വാ സംസ്ഥഭ്യാത് ആത്മനാത്മനാഃ ജഹി ശത്രും മഹാബാഹു കാമരൂപം ദുരാസദം. ശബ്ദാർത്ഥം ബഹിശ്രീ ശീല പ്രഭുപാദയ്ക്ക് ജയ്. ഏവം ഇപ്രകാരം ബുദ്ധി ബുദ്ധിയിൽ നിന്ന് പരം പരമമായതിനെ ശ്രേഷ്ഠമായതിനെ ബുദ്ധ്വ അറിഞ്ഞിട്ട് ആത്മാനം സ്വമനസ്സിനെ ആത്മന ബുദ്ധിശക്തിയാൽ സംസ്തഭ്യ നിശ്ചലമാക്കിയിട്ട് മഹാബാഹു ഹേ മഹാബാഹു കാമരൂപം കാമരൂപമായിരിക്കുന്നതും ദുരാസതം ജയിക്കാൻ കഴിയാത്തതുമായ ശത്രുഹു ശത്രുവിനെ ജഹി ഹനിച്ചാലും. ഏവം ബുദ്ധേ പരം ബുദ്ധ്യാ സംസ്തഭ്യാത്മാനം ആത്മനാ ജഹി ശത്രും മഹാബാഹു കാമരൂപം ദുരാസതം. ജയപ്രകാശ് एवं बुद्धे परं बुद्ध्वा संस्तभ्यात्मानमात्मना जहि शत्रुं महाबाहो कामरूपं दुरासदम्. एवं बुद्धे परं बुद्ध्वा संस्तभ्यात्मानमात्मना जहि शत्रुं महाबाहो कामरूपं दुरासदम्. एवं बुद्धि परं बुद्ध्वा संस्तभ्यात्मनमात्मना जहि शत्रुं महाबाहो കാമരൂപം ദുരാസതം. മഹാബാഹു ഭൗതികങ്ങളായ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും അതീതനാണ് താനെന്നറിഞ്ഞിട്ട് ദൃഢനിശ്ചയത്തോടെ. മഹാബാഹു ഭൗതികങ്ങളായ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും അതീതനാണ് താനെന്നറിഞ്ഞിട്ട് ദൃഢനിശ്ചയത്തോടെയുള്ള ആത്മീയ ബുദ്ധിയും അതായത് കൃഷ്ണാവബോധം ആത്മീയ ശക്തിയും കൊണ്ട് മനസ്സിനെ ഉറപ്പിച്ച് അദമ്യനായ കാമമെന്ന ശത്രുവിനെ കീഴടക്കുക. ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എനിക്ക് എപ്പോഴും കയറി വരുന്നത് എല്ലാവരും പറഞ്ഞത് ഹരിദാസ് ഠാക്കൂർ. ഞാൻ ഹരിദാസ് ഠാക്കൂറിനേക്കാൾ ഉപരി ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് രാധാനാഥ സ്വാമി മഹാരാജ്. ഹരിദാസ് ഠാക്കൂറിന്റെ അടുത്ത് ഒരു സ്ത്രീ സമീപിക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ജപത്തെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഏത് സമുദായത്തിൽ നിന്നാണോ വന്നത് ആ സമുദായക്കാർ തന്നെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. കാര്യം അവൻ അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് പക്ഷേ അതിലുപരി ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്നത് രാധാനാഥ സ്വാമി മഹാരാജാണ്. എത്ര പേര് രാധാസ്വാമി മഹാരാജന്റെ ഓട്ടോബയോഗ്രഫി വായിച്ചിട്ടുണ്ട്? വായിച്ചിട്ടുണ്ട് അല്ലേ? അതെ, രാധാനാഥ് സ്വാമി മഹാരാജ്. ഇംഗ്ലീഷിലും മലയാളത്തിലും അദ്ദേഹത്തിന്റെ ബയോഗ്രഫി കിട്ടും, ഒന്ന് വായിക്കണം. എന്തെല്ലാം ക്ലേശങ്ങൾ സഹിച്ചിട്ടാണ് ഭഗവാനെ കണക്ട് ചെയ്യാൻ, ഞാൻ ആരാണ് എന്ന് അന്വേഷിച്ചിട്ട് കുഷ്ഠരോഗമുള്ള സമയത്താണ്, ചെളികളുടെ നാടാണ്, വൃത്തിയില്ലാത്ത നാടാണ് ഇന്ത്യ എന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ പറയപ്പെട്ടിരുന്നൊരു കാലഘട്ടത്താണ് ജൂതനായ രാധാനാഥ് സ്വാമി, അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം എവിടെ ഞാൻ എഴുതി വെച്ചിട്ട് നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ ക്ഷമിക്കണം. റിച്ചാർഡ് സാൽവേ.
അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് നെയിം റിച്ചാർഡ് സ്ലാവിൻ. റിച്ചാർഡ് സ്ലാവിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ആത്മീയത തേടി ഞാൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭാരതത്തിലേക്ക് വരികയാണ്. ബുദ്ധി കൊണ്ട്. പിന്നെ ആ ബുദ്ധിയെ ആത്മാവിനെ കണക്ട് ചെയ്തു. ആ ആത്മാവിനെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്തു. എങ്ങനെ? പ്രഭുപാദരുടെ ശിഷ്യത്വം സ്വീകരിച്ചു. ഇവിടെ ഹരിദാസ് ഠാക്കൂറിനെ ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ തപസ്സിനെ അല്ലെങ്കിൽ മന്ത്രജപത്തെ മുടക്കാൻ വരുമ്പോൾ ഇവിടെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് രാത്രി അന്തി ഉറങ്ങാൻ വേണ്ടിയിട്ട് രാധാനാഥ സ്വാമി മഹാരാജാവ് അദ്ദേഹം ഒരു വീട്ടിൽ അഭയം തേടിയിരുന്നു. ആ അഭയം തേടിയ അന്ന് രാത്രി ഒരു ധനികയായ ഒരു സ്ത്രീയുടെ വീട്ടിലാണ്. അന്ന് ആ വീട്ടിൽ അത് വായിച്ചു നോക്കണം. ഞാൻ അത്രയും അവിടെ എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ആ സ്ത്രീ ഈ റിച്ചാർഡ് സ്ലാവിനെ സമീപിക്കുന്നുണ്ട്. അവിടുന്ന് ഇറങ്ങി ഓടുകയാണ് റിച്ചാർഡ് സ്ലാവിൻ ചെയ്യുന്നത്. ആ ഓട്ടം പിന്നീട് വന്നത് ഭാരതത്തിലേക്ക് പ്രവേശിക്കുകയും ഭാരതത്തിലെ ഋഷീശ്വരന്മാരെ കണ്ട് ആ സമയത്ത് പോകുന്ന വഴിക്ക് ശ്രീപ്രഭുപാദരെ കാണുന്നുണ്ട്. പിന്നെ രണ്ടാമത് വീണ്ടും ശ്രീപ്രഭുപാദരെ അടുത്ത് വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് ശിഷ്യത്വം സ്വീകരിക്കുക. അപ്പം കാമമെന്ന അല്ലെങ്കിൽ വൈശീയ ഗുണങ്ങളെ അല്ലെങ്കിൽ വീണ്ടും വിചാരമില്ലാത്ത പ്രവർത്തികളെ നമ്മൾ ശത്രു എന്ന് കാമം എന്ന് പറയും. ആ കാമത്തിനെ നമ്മൾ എടുത്തെറിയണമെന്നുണ്ടെങ്കിൽ ബുദ്ധി കൊണ്ട് ആത്മാവിനെ കണ്ടെത്തി ആത്മാവിനെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യണം. ഹരേ കൃഷ്ണ. ഇതിന്റെ ഭാവാർത്ഥം രാജീവ് പ്രഭു ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം: നിരാകാരമായ ശൂന്യതയെ ആത്യന്തിക ലക്ഷ്യമായി കരുതാതെ താൻ എന്നത്തേക്കും ഭഗവാന്റെ സേവകനെന്ന് അറിഞ്ഞുകൊണ്ട് കൃഷ്ണഭാവത്തിലെത്താനുള്ള വഴിയാണ് ഈ 3-ാം അധ്യായം നിർദ്ദേശിക്കുന്നത്. ഭൗതിക ജീവിതത്തിൽ ഒരാൾ കാമത്തിനും പ്രകൃതി വിഭവങ്ങളുടെ ആധിപത്യം നേടാനുള്ള ആഗ്രഹത്തിനും അടിമപ്പെട്ടിരിക്കും. ഇന്ദ്രിയ സുഖത്തിനും അധീശത്തിനുമുള്ള ആഗ്രഹമാണ് ബദ്ധനായ ആത്മാവിന്റെ ഏറ്റവും വലിയ ശത്രു. എന്നാൽ കൃഷ്ണഭാവത്തിന്റെ പ്രഭാവം മൂലം ഭൗതികങ്ങളായ ഇന്ദ്രിയങ്ങളെ ആർക്കും നിയന്ത്രിക്കാം. സ്വന്തം ചുമതലകളെയോ പ്രവൃത്തികളെയോ പെട്ടെന്ന് ഉപേക്ഷിക്കേണ്ടതില്ല. ക്രമേണ കൃഷ്ണബോധം വളർത്തിയെടുക്കുന്നത് കൊണ്ട് ഉറച്ച ബുദ്ധിയെ തന്റെ വിശുദ്ധമായ ആത്മസത്തയിലേക്ക് തിരിച്ച് ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ വശപ്പെടാത്ത ഭൗതികമായൊരു അവസ്ഥയിലെത്താം. ഇതാണ് ഈ അധ്യായത്തിന്റെ രത്നച്ചുരുക്കം. ഭൗതിക ജീവിതത്തിന്റെ അപക്വ ദശയിൽ തത്വജ്ഞാന പരങ്ങളായ അഭ്യൂഹങ്ങളാകട്ടെ ഇന്ദ്രിയ ദമനത്തിന് വേണ്ടി സ്വീകരിക്കാറുള്ള യോഗാനുഷ്ഠാദി കൃത്രിമോപായങ്ങളാകട്ടെ ആരെയും ആത്മീയങ്ങളായ ഉത്കൃഷ്ടത്തിന് സഹായിക്കില്ല. ഇതിനു ഉദാത്തമായ ബുദ്ധിയുടെ സഹായത്താൽ കൃഷ്ണബോധത്തിൽ പരിശീലനം നേടുക തന്നെ വേണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗം അഥവാ കൃഷ്ണാവോഹത്തിൽ നിയതകർമ്മങ്ങൾ അനുഷ്ഠിക്കൽ എന്ന 3-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. അപ്പം ബുദ്ധി കൊണ്ട് ആത്മാവിനെ ഉദ്ധരിക്കണം. ആത്മാവിനെ ഉദ്ധരിക്കുക എന്നാൽ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പാത നമ്മളിൽ ആയി എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. അപ്പം രാജീവ് പ്രഭു പറഞ്ഞതുപോലെ നമ്മൾ 3-ാം അധ്യായം നമ്മൾ ഇവിടെ പരിപൂർണമായി സമാപിച്ചു. അടുത്ത ഏറ്റവും വലിയ പ്രഭുപാദര് എടുത്തെടുത്ത് പറഞ്ഞിരുന്ന ഒരു ചാപ്റ്ററാണ് അതീന്ദ്രിയ ജ്ഞാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അടുത്ത ആഴ്ച. പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് കർമ്മയോഗത്തിലെ നമ്മൾ ഒരു പാഠ്യവിഷയമാണ് ഭഗവത്ഗീത. നമ്മൾ എന്താണ് പഠിച്ചത്, എന്താണ് അതിൽ നിന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിന്റെ കൺക്ലൂഷൻ എന്താണ്, അല്ലെങ്കിൽ ഈ അധ്യായത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്.
അല്ലെങ്കിൽ ഇതിൽ ഏത് ശ്ലോകത്തോട് അല്ലെങ്കിൽ ഭഗവാന്റെ ഏത് വാക്കുകളോടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്? ഇത് അടുത്ത ആഴ്ച നമുക്ക് ചർച്ച ചെയ്യണം. ഹരേ കൃഷ്ണ. സുരേഷ് പ്രഭു ശരിയല്ലേ? ശരിയാണ് പ്രഭു, ശരിയാണ്. ചർച്ച ചെയ്യണം. നമുക്ക് ഒന്ന് കൺക്ലൂഷൻ കിട്ടുമല്ലോ അതിന് എന്തൊക്കെയാണ് പഠിച്ചു പോയത്. കാരണം എന്നെ സംബന്ധിച്ചൊക്കെ എനിക്ക് ഒരുപാട് അറിവ് ദോഷങ്ങളുണ്ട്. ഇതുമായിട്ട് വളരെ അടുപ്പമൊന്നുമില്ല എനിക്ക്. അപ്പൊ എനിക്ക് ആ കൺക്ലൂഷൻ കിട്ടുമ്പോൾ, പക്ഷെ എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. പക്ഷെ അതൊന്നും എങ്ങനെ വിവരിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് എനിക്ക് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കൺക്ലൂഷൻ കേൾക്കുമ്പോഴത്തേക്ക് അത് മനസ്സിലാകും കൂടുതൽ. തീർച്ചയായിട്ടും. ഞാൻ പലയിടത്തും എല്ലായിടത്തും ഹരിദാസ് ഠാക്കൂറിന്റെ കഥകൾ ഉദാഹരണം മാത്രമേ പറഞ്ഞു കേട്ടുള്ളൂ. പക്ഷേ അതിനേക്കാൾ എത്രയോ സെൻസിറ്റീവാണ് ഈ രാധാനാഥ സ്വാമിയുടെ ഒരു അനുഭവം എന്ന് പറയുന്നത്. വളരെ സെൻസിറ്റീവ്. ഞാൻ ഒന്നുകൂടെ തെളിച്ചു പറയാം. ആ സ്ത്രീ നഗ്നയായിട്ടാണ് ഈ റിച്ചാർഡ് സ്രാവിനെ സമീപിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഹരേ കൃഷ്ണ മഹാമതത്തിന്റെ പ്രസക്തി എന്നുള്ളതല്ല, ബുദ്ധി എന്താണ് ബുദ്ധി, ആ ബുദ്ധി എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപം തുടങ്ങുന്നതിന് മുമ്പ് റിച്ചാർഡ് സ്രാവൻ മനസ്സിലാക്കി. കാര്യം അവിടെ ബുദ്ധി കൊണ്ടാണ് ആത്മാവിനെ കണ്ടെത്താൻ പോവുകയാണ്. അപ്പൊ എന്റെ പാത ഇതല്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അവിടെയാണ് ബുദ്ധി പ്രയോഗിക്കണമെന്ന് പറയുന്നത്. സുശീൽ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പറഞ്ഞോളൂ. ഇതിനകത്ത് ഈ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഈ 3 തലത്തിലുള്ള റിലേഷൻസ് നമുക്കുണ്ട്. മനസ്സിന്റെ തലത്തിൽ, ബുദ്ധിയുടെ തലത്തിൽ, ആത്മാവിന്റെ തലത്തിൽ. മനുഷ്യന്മാർ അങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്. ഏറ്റവും ലോവർ മനസ്സിന്റെ തലത്തിലുള്ള ലോക്കൽ റിലേഷൻസ്, മനസ്സ് തുറക്കുന്ന കള്ളുകൂടി റിലേഷൻഷിപ്സ്. ബുദ്ധിയുടെ തലത്തിലാകുമ്പോൾ പ്രൊഫഷണൽ റിലേഷൻസ്. ആത്മാവിന്റെ തലത്തിലാവുമ്പം നമ്മളെ ബന്ധുക്കളും അതിനകത്ത് വരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ക്ലോസ് റിലേറ്റീവ്സ്. അതോ ആത്മാവിന്റെ തല, അത് നമുക്ക് വിട്ടുപോകാൻ പറ്റില്ല ഈ ജന്മത്തിൽ. വിട്ടുപോകാൻ പറ്റാത്ത റിലേഷൻസ് ആണ് ആത്മാവിന്റെ തലത്തിൽ വരുന്നത്. മറ്റതൊക്കെ നമുക്ക് വിടാം. പ്രൊഫഷണൽ റിലേഷൻസ് നമ്മൾ വിടും. അതിൻ്റെ ഒന്നും ലോക്കലായിട്ടുള്ള റിലേഷൻസ് പെട്ടെന്ന് വിടും. അതിനൊരു സ്ഥിരത ഉണ്ടാവില്ല അധികം മനസ്സിന്റെ റിലേഷൻസ്. പക്ഷെ ബുദ്ധിയുടെ തലത്തിൽ കുറച്ചുകൂടെ സ്ഥിരത ഉണ്ടാവും. ഇപ്പൊ ഡോക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻ, ശാസ്ത്രജ്ഞന്മാർ തമ്മിലുള്ള റിലേഷൻ, പല രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാർ തമ്മിലുള്ള റിലേഷൻ, അതൊക്കെ ബുദ്ധിതലത്തിൽ, എഴുത്തുകാർ തമ്മിലുള്ള റിലേഷൻ, അതൊക്കെ ബുദ്ധിയുടെ തലത്തിലുള്ള റിലേഷനാണ്. അത് കുറച്ചുകൂടെ ഡീപ്പാണ്. അതിൻ്റെ ഒന്നും ഡീപ്പാണ് ആത്മീയ തലത്തിലുള്ള റിലേഷൻ. നമ്മളെ സത്സംഗ് ത്രൂ റിലേഷൻസ്, അതൊക്കെ ആത്മീയ തലത്തിലാണ്. അതുകൊണ്ടാണ് നമുക്കത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് തോന്നുന്നത്. അതിനൊരു സ്ഥിരതയുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് പ്യുവർ ആത്മീയ തലത്തിലാണ്, അല്ലാതെ ഉള്ള റിലേഷൻസിലാണ് ഈ കുഴപ്പം വരുന്നത്. ആത്മീയ തലത്തിലുള്ള റിലേഷൻസിന് കുഴപ്പം വരില്ല. അപ്പൊ ആ മൂന്ന് തലത്തിലും നമ്മൾ റിലേറ്റ് ചെയ്യുന്നുണ്ട് ആളുകളുമായിട്ട്. ഈ 3 തലമാണ് നമുക്ക് ആകെ ഉള്ളത്. ബന്ധുക്കൾ എൻ്റെ ഞാൻ ഇപ്പൊ തോന്നുന്നത്, എനിക്ക് ഐ എം നോട്ട് ഷുവർ, പക്ഷെ അത് ആത്മീയ തലത്തിലുള്ളതാണ്. അത് പൂർവ്വജന്മ ഇതനുസരിച്ച് വരുന്നതാണ്. അത് മനസ്സിന്റെ ബുദ്ധിയുടെ തലത്തിലല്ല ഉള്ളത്. അതിപ്പോ ശത്രുതയായിരുന്നാലും നമ്മളത് വിടുന്നില്ലല്ലോ. നമ്മൾ അവരെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ബ്രദർ, സിസ്റ്റർ, അതൊക്കെ നമുക്ക് ഈ ജീവിത അവസാനം വരെ ഉണ്ടാവും, ശത്രുതയായാലും അല്ലെങ്കിലും. പിന്നെ നമ്മൾ ചിന്തിക്കുന്ന എല്ലാ കാര്യവും കർമ്മമാണ്. എല്ലാ കാര്യത്തിനും റിയാക്ഷൻ ഉണ്ട്. എല്ലാ കാര്യത്തിനും ഒരു ഫുട് പ്രിന്റ് നമ്മളെ ഉള്ളിലുണ്ട്, വരും. നമ്മൾ വെറുതെ ഇരുന്ന് ഡിസ്റ്റർബ് ആവുന്ന അങ്ങനെയാണ്. അതൊരു കർമ്മത്തിന്റെ റിയാക്ഷനാണ്. നമ്മൾ ഒന്നും ചിന്തിക്കാതിരിക്കുമ്പോഴേ കർമ്മം ചെയ്യാതെ വരുന്നുള്ളൂ. അതായത് നാമം ജപിക്കുമ്പോൾ കർമ്മമില്ല. അപ്പൊ എപ്പോഴും നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ കർമ്മമേ ഇല്ല, ഫിനിഷ്ഡ്. അതാണ് അതാണ് 2ാമത് അധ്യായത്തിൽ പറയുന്നത്. എന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കർമ്മബന്ധങ്ങളില്ല, കർമ്മമില്ല.
കർമ്മമില്ല. നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല, നമ്മളിത് കേൾക്കണമല്ലോ. മനസ്സ് വർക്ക് ചെയ്യാൻ പറ്റില്ല. മനസ്സ് വർക്ക് ചെയ്യുമ്പോഴാണ് പ്രശ്നം. ബാക്കി എല്ലാ മനസ്സ് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും പ്രിന്റ് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എപ്പോഴും. നമ്മൾ എന്ത് ചിന്തിച്ചാലും, പോസിറ്റീവായാലും നെഗറ്റീവായാലും. പോസിറ്റീവായിട്ട് മനസ്സ് പൊതുവെ പോകാറില്ല, നെഗറ്റീവായിട്ട് പോകാറുള്ളൂ. എപ്പോഴും നെഗറ്റീവിലോട്ട് കയറി പിടിക്കും മനസ്സ്. പോസിറ്റീവ് കുറച്ച് നേരം നിൽക്കുകയുള്ളൂ, പെട്ടെന്ന് നെഗറ്റീവ് ആവും. അത് മനസ്സിന്റെ ഒരു നേച്ചർ അതാണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് ഇത് നാമം ജപിക്കുമ്പം മനസ്സ് നിർത്തിയാൽ സക്സസ് ആണ്. മനസ്സ് നിന്നാൽ നമുക്ക് അപ്പൊ കർമ്മമില്ല, അപ്പൊ റിയാക്ഷനും ഇല്ല. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഒന്ന് മോനെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണോ? പാർക്കിംഗ് ടെസ്റ്റ് ഉണ്ട് ഇന്ന് രാത്രിയിലോ? ഇപ്പൊ 8 മണിക്കാ. ഓക്കെ, നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാം വേണ്ടിയിട്ട്. ഹരേ കൃഷ്ണ. 3 പ്രാർത്ഥന എല്ലാം ഭഗവാന്റെ ഡയറക്ഷനിലൂടെ പോകട്ടെ. വിജയം സുനിശ്ചിതമാകട്ടെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ അടുത്ത ആഴ്ച ഞാൻ ചർച്ച കുട്ടികളിലാണ് തുടങ്ങുന്നത്. വലിയവരല്ല, വലിയവര് കേൾവിക്കാരാണ്. അവർക്ക് ഇന്നല്ല നാളെ വീണ്ടും പറയാം. അടുത്ത ആഴ്ചയുടെ സെക്ഷൻ 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് അവര് പറയും എന്താണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. രാജീവ് പ്രഭു. തീർച്ചയായും ബ്രോ, കുട്ടികളാണ് വേണ്ടത്. വലിയവള് കേൾവിക്കാരായിട്ടിരിക്കും, അതാണ്. അച്ഛൻ എസ്കേപ്പ് ആയി പറയുന്നേ അല്ലേ? അല്ല ബ്രോ, അല്ല. ബിപിൻ പ്രഭു വരെ എത്താം. പിള്ളേരെ കൂട്ടത്തിൽപ്പെടുത്തിയ ബിപിൻ പ്രഭു വരെ എത്താം. തീർച്ചയായിട്ടും. പ്രസീത മാതാജിയും പോയല്ലോ, നെറ്റ് പോയോ? എന്തായാലും പ്രസാദത്തിന് ഒരുപാട് പെൻഡിങ് ഉണ്ട്. ഇപ്പോഴുള്ള വരവ് എന്താണെന്ന് അറിയില്ല. ഇനിയെല്ലാം ഭഗവത് നിശ്ചയം മാത്രമേ ഉള്ളൂ. പ്രഭു വരാൻ പറ്റില്ല ഇപ്പൊ. 15 മിനിറ്റ്. എവിടെ വരെയാണ്? പിന്നെ വല്ല ഒഫീഷ്യൽ ഇൻഫർമേഷൻ വല്ലതും ഉണ്ടോ? എത്രാം തീയതി വരെയാണെന്നുള്ളത്? 14 14th വരെയാണ് ഇതുവരെ തീരുമാനം. പിന്നെ അത് ചിലപ്പോ നീട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം അതുപോലെ ചൊവ്വാഴ്ച മുതൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ. ആമി ഏകം ശാസ്ത്രം ആമി ഓടിയോ? एकं शास्त्रं देवकीपुत्रगीतम् एको देवो देवकीपुत्रैव एको मन्त्रस्य नामानि यानि कर्माभि एकं रस्य देवस्य सेवा त्वमेव माता च पिता त्वमेव बन्धुषि सदा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव कृष्णाय वासुदेवाय हरिये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरु कार्त्यायनी महामाये महायोगी नदीश्वरी नन्दगोपसुतं देवं परिदमे गुरुते नमः। श्री कृष्ण शरणं मम दासोऽहं कृष्ण तवास्मि। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. അപ്പോൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. 10 or 5 നന്നു? 10. ഓക്കെ. 10 9 8 7 6 5 4 3 2 1 0 dim dim.